എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 100 ഗ്രാം 150 ഗ്രാം വെളുത്തുള്ളി, 150 ഗ്രാം ചെറിയ ഉള്ളി, ഒരു 10-15 വറ്റൽ മുളക്, കുറച്ച് പുളി, പിന്നെ നമുക്ക് കുറച്ച് ജീരകം വേണം. നമ്മളിതൊന്ന് എല്ലാം കൂടെ വറുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി, വറ്റൽ മുളകും വെളുത്തുള്ളി എല്ലാം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെളുത്തുള്ളി എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഈ വലിയ വെളുത്തുള്ളിയൊക്കെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ വെളുത്തുള്ളികളൊന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു. ഇതിനെ നമുക്കൊന്ന് പാറ്റിലോട്ട് കോരി മാറ്റാം. വെളുത്തുള്ളി ഒന്ന് കോരിയെടുത്തു. ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട് ചെയ്തോ. ചെറിയ ഉള്ളിയും നന്നായി ഫ്രൈ ആയി. അതും കൂടെ നമുക്ക് പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഫ്രൈ ആയി. കോരി മാറ്റി. ഇനി നമുക്ക് ഇതിലോട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകും നന്നായിട്ട് മൂത്തു. വറ്റൽ മുളകും നമുക്ക് പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ച ഈ പുളിയെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുക്കണം. പുളിയുടെ പച്ചയിറുപ്പം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ ചൂടാക്കുന്നത്. കാരണം ചമ്മന്തി കുറച്ച് ദിവസം കേട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ജലാംശം അല്പം പോലും പാടില്ല. പുളിയും കോരിയെടുത്തു. നമ്മൾ അടുപ്പണയ്ക്കാം. ഇനി നമ്മൾ അല്പം ജീരകം, ചമ്മന്തിയിലിടാനുള്ള ജീരകം ഒന്നിട്ട് പെട്ടെന്ന് കോരി അങ്ങ് എടുക്കണം. ജീരകവും കോരിയെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ടിട്ട് ഇനി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഈ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തണുപ്പിച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ജലാംശം ഒന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ ചമ്മന്തി ചേർക്കണം.
ചമ്മന്തി അമ്മിയിലാണ് അരച്ചെടുത്തത്. ഇത് മിക്സിയുടെ ജാറിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അരഞ്ഞിട്ടും അടിപൊളി ടേസ്റ്റാണ് ചമ്മന്തി. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ച് നോക്കണം. കപ്പയുടെ കൂടെയും രാവിലെ കാപ്പിക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ചമ്മന്തി നമുക്കൊരു ഏകദേശം 10 ദിവസത്തോളം കേടുകൂടാതെ നനവില്ലാത്ത സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ഈർപ്പമില്ലാത്ത പാത്രത്തിൽ വേണം നമ്മൾ ചമ്മന്തി എടുക്കാനും. അതുപോലെ അരയ്ക്കുമ്പോൾ ജാറിലോ അമ്മിയിലോ ഒന്നും ഈർപ്പം പാടില്ല. ഒട്ടും ഈർപ്പമില്ലാതെ തന്നെ നമ്മൾ ഇത് വറുത്തെടുത്ത വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.